ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു എഗ്ലെസ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എഗ്ഗ് വെച്ചിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട്, കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഹാഫ് ആക്കി എടുക്കണം. അതിനു മുമ്പ് ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. മുൻപേ ഉണ്ടാക്കിയ വീഡിയോയിൽ 1 കപ്പിലധികം ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് അത്രയൊന്നും വേണ്ട, 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്ര റിച്ച് അല്ലാത്ത പ്ലം കേക്കാണ്. ഇതിലേക്ക് ഈത്തപ്പഴം, ടൂട്ടി ഫ്രൂട്ടി, ചെറി, കറുത്ത മുന്തിരി ഇതൊക്കെ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരി ഒന്നും കട്ട് ചെയ്തില്ല, ടൂട്ടി ഫ്രൂട്ടിയും കട്ട് ചെയ്യേണ്ട. നമ്മുടെ ചെറിയും ഈത്തപ്പഴവും പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ. അത് 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നട്ട്സ് വേറെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ പകുതി ആക്കിയിട്ടുണ്ട്. പകുതി അല്ലെങ്കിൽ പകുതിയിൽ കുറച്ച് അധികം ആക്കി എടുക്കാം കേട്ടോ, നമുക്ക് കാരമലൈസ് ചെയ്യാനും. ഒന്ന് കാരമലൈസ് ചെയ്യാനും ഒന്ന് നമുക്ക് കുറച്ച് പൗഡേർഡ് ആക്കി എടുക്കാനുമാണ്. അതിൽ മസാല പോലെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനൊരു അലുമിനിയം പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരമലൈസ് ചെയ്യാൻ. ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ സ്പൂൺ വെച്ച് ആദ്യം ഇളക്കൊന്നും വേണ്ട. വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ലോ ഫ്ലെയിമിൽ ഇടുക. ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിടാൻ. അപ്പോൾ അത് അവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഷുഗർ പൊടിച്ച് വെക്കാം. ഇതിലേക്ക് 3 ഗ്രാമ്പു ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതാണ്, സാധാരണ രീതിയിലുള്ള ഗ്രാമ്പാണ് 2 എടുത്താൽ മതി. പിന്നെ ചിലത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ 2 തന്നെ ധാരാളമാണ്. നിങ്ങൾ എടുക്കുമ്പോൾ 2 ഗ്രാമ്പു എടുത്താൽ മതി. ഗ്രാമ്പു മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതവിടെ പൊടിച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ ഇതവിടെ റെഡിയായി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള തരിയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വന്നോളും അലിഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു നല്ല പോലെ മിക്സൊക്കെ ആയി വന്നതിന് ശേഷം കുറച്ചും കൂടെ ആവാണ്ട്, അതും കൂടെ ആയിക്കാൻ ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. ഒരുപാടങ്ങ് ഡാർക്കാക്കി എടുക്കേണ്ട, അപ്പോൾ കഴിക്കാൻ തുടങ്ങും. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും, ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് കളറാണ്. ഈ ഒരു ടെക്സ്ചറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ 1/2 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നന്നായിട്ട് തെറിക്കുന്നുണ്ട്. കുറച്ച് വിട്ട് നിന്നിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടയായിട്ടൊക്കെ നിൽക്കും ഷുഗർ സിറപ്പ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഷുഗർ സിറപ്പ് അല്ല, കാരമലൈസ്ഡ് ആയിട്ടുള്ള ഷുഗർ. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അത് തിളച്ച് വരുന്നതനുസരിച്ച് എല്ലാം നന്നായിട്ട് മിക്സായി അലിഞ്ഞ് വന്നോളും. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി വന്ന് എല്ലാം മിക്സായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല റിച്ച് ആയിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. ഡ്രൈ ഫിഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കറുത്ത മുന്തിരി കൂടുതൽ വേണം അങ്ങനെ എടുക്കാം. ഇഷ്ടം പോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താലും മതി. എന്നിട്ട് ഒരുപാട് കുറുക്കിയെടുക്കണ്ട. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് കുറുക്കി കഴിഞ്ഞാൽ നമ്മളിത് ചൂടാറുന്നതനുസരിച്ച് വീണ്ടും കട്ടിയാവും, നല്ല പോലെ കട്ടിയായി വരും. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എടുക്കുമ്പോൾ ചൂടാറിയിട്ട്. അപ്പോൾ ഇതൊരു വിധം തിളച്ച് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇത് ചൂടാറിയതിന് ശേഷമാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് നേരത്തെ തന്നെ ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ആൽമണ്ട്സ് ആണ്. നിങ്ങൾക്ക് കാഷ്യൂ മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കാഷ്യൂ മാത്രമായിട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് കാഷ്യൂ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയെ മാറ്റി വെച്ചിട്ടുണ്ട്, മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം, ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊരു പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്ര തന്നെ കട്ടിയാവണമെന്നില്ല. എന്നിട്ട് അത് മാറ്റി വെച്ചു. അതിനുശേഷം പിന്നെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കുകയാണ്. അതിനുവേണ്ടി 1 കപ്പ് മൈദ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊടികളായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അതിൻ്റെ കൂടെ തന്നെ നമ്മളെല്ലാ കേക്കിലും ചെയ്യുന്ന പോലെ 1 പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് 2-3 തവണയായിട്ട് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ 2-3 തവണയായിട്ട് അരിച്ച് മാറ്റി വെച്ചതാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നല്ലപോലെ ഈ സമയമാകുമ്പോഴേക്കും ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇപ്പോൾ കട്ടിയായിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ലെവലിലല്ല, കുറച്ചും കൂടെ നല്ല കട്ടിയായി. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന 1 ടീസ്പൂൺ ഓറഞ്ച് മർമലേഡാണ്.
ഇത് ഓറഞ്ച് ജസ്റ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മിക്സായി വരുന്നതാണ്. ഇത് വേണമെന്നില്ല, ഓറഞ്ച് ജസ്റ്റ് ഇട്ടാൽ മതി. എൻ്റെ അടുത്ത് ജസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഉള്ള സംഭവം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തതാണ്. പിന്നെ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് കേട്ടോ ഇത്. നമ്മുടെ ഗ്രാമ്പുമൊക്കെ ഇട്ടിട്ട് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതും ഒന്ന് അരിച്ചെടുക്കുക, കാരണം എന്തെങ്കിലും പൊടികളും തരികളൊക്കെ ഉണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. ഒരു ക്ലീൻ ബൗളിലേക്ക് 1/4 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കുക ബൗളിൽ. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലപോലെ വിസ്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, ഗ്രാമ്പു ഇട്ടിട്ട്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സൈഡിലുള്ളതൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ പൊടിയാത്തൊക്കെ ഉണ്ട്, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലപോലെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് പാലെടുത്തിട്ട് നിങ്ങൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, പകുതി ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് പിന്നീട് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൂടി അധികം എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ 1/4 കപ്പ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള വാനില എസൻസ് ആണ്. ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1/4 കപ്പ് ഓയിൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വാനില എസൻസ് വൈറ്റാണ് എടുത്തത്, മറ്റേതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ട ഓയിലൊക്കെ കാണാം, അതൊന്നും കുഴപ്പമില്ല. നല്ലപോലെ വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മിക്സായി കിട്ടിക്കോളും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/4 കപ്പ് പാല് എന്തുകൊണ്ട് ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് റെഡിയാക്കി വെക്കുന്നുണ്ടല്ലോ കാരമലിൽ. അപ്പോൾ അത് ചിലവരുടെ കട്ടി കൂടാം, ചിലത് കുറച്ചത് കട്ടി കുറഞ്ഞൊക്കെ ഇരിക്കുക. അപ്പോൾ അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മുഴുവനായിട്ട് പാല് ആദ്യം ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞത്. എന്നിട്ട് ആ ഓയിൽ മിക്സ് ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ചായിട്ട് 3 തവണയായിട്ടൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് കുറച്ചൊരു പോർഷന് മൈദയുടെ അവിടെ വെക്കുക. എന്നിട്ട് ആ ഒരു ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ച നട്ട്സ് ഉണ്ടല്ലോ, ആൽമണ്ട്സിൻ്റെ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടിയിലേക്കൊന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ പ്ലം കേക്കിൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സ്പാച്ചില വെച്ചിട്ട് ഇനി ചെയ്യാം കേട്ടോ, ഇനി വിസ്ക് വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കാതെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ സ്പാച്ചില യൂസ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ബാറ്റർ ഒരുപാട് കട്ടിയും വേണ്ട, എന്നാൽ ഒരുപാട് ലൂസ് ആവാത്ത രീതിയിൽ മീഡിയം ലെവലിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അപ്പോൾ പാലൊക്കെ അതിനനുസരിച്ച് ഈ ടൈമിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഡിയാക്കിയൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേക്കിംഗ് ട്രേ ഞാൻ കേക്ക് ടിന്നിലാണ് ചെയ്തെടുക്കുന്നത്. നോൺ സ്റ്റിക്ക് പാനിലായാലും വീട്ടിലേക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഞാനൊരു ഭംഗി ഇട്ടാൻ വേണ്ടി ഇത് എടുത്തുന്നുള്ളൂ. കുറേ നാളെ ഈ ഒരു ഇതൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർ ആണെങ്കിൽ അതായാലും മതി. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം സ്ക്വയർ വെച്ചിട്ടോ ഇങ്ങനെ ഇതേപോലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്ന് പോക്കിയെടുക്കുക. എന്നിട്ട് ടാപ്പ് ചെയ്യുക. അതിന് മുമ്പ് ഞാനൊരു 10 മിനിറ്റ് മുന്നേ വലിയൊരു പാത്രം ചൂടാൻ വേണ്ടി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ലോ ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇനി സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം, ബാറ്റർ വെച്ചിട്ടുള്ള ടിന്ന്. എന്നിട്ടൊരു 3/4 മണിക്കൂറൊക്കെയാണ് വേവാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ ഞാനത് അതിൻ്റെ മുകളിൽ ഒരു അബദ്ധമാണ്, ആദ്യത്തെ അബദ്ധമാണ് ഈ പറ്റുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്തു. ഈ ടൈമിൽ ഇടരുത്, ഒന്ന് കുക്കായതിന് ശേഷം ഇടാൻ പാടുള്ളൂ. ശരിക്കും എനിക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്താൽ മതിയായിരുന്നു. ബാറ്ററും എന്താ പറയുക, അതിൻ്റെ റെസിപ്പിയൊക്കെ പെർഫെക്റ്റാണ്. പക്ഷേ കുക്ക് ചെയ്ത രീതിയിൽ എനിക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ഇത് 3/4 മണിക്കൂറോളം വേവിക്കണമായിരുന്നു. അത് എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് 1/2 മണിക്കൂറൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ തുറന്ന് നോക്കി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയാൽ തന്നെ കേക്ക് കുളമാവും ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണാമല്ലോ, ഇത് എന്താണെന്നുള്ള അറിയുന്നില്ല. അപ്പോൾ ഞാൻ വെയിറ്റുള്ള സംഭവമൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് തുറന്ന് നോക്കിയപ്പോൾ തന്നെ നടുവിൽ ഒന്ന് ജസ്റ്റ് പൊങ്ങി വന്നതൊക്കെ ഒന്ന് താണു. അങ്ങനത്തെ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് അറിയാം എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഞാൻ കുക്കായതിന് ശേഷം എടുത്തപ്പോൾ ഇങ്ങനെ എന്താ പറയുക, കേക്ക് ടിന്നിൽ നിന്ന് വിട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ എന്തോ ഒരു കുക്കിങ്ങിൻ്റെ ഫ്ലെയിമിലോ അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. നല്ല വിഷമമായി, ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ചെയ്യണോ വേണ്ടതെന്നൊക്കെ ചിന്തിച്ചതാണ്. പക്ഷെ തിന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചു, കുക്കായിട്ടൊക്കെ ഉണ്ട് ഉള്ളിലൊക്കെ. പക്ഷെ എന്താണെന്നറിയില്ല, ടിന്നിൽ നിന്ന് വിട്ട് വരുന്നുണ്ടാകുന്നില്ല. പിന്നെ ഇത്രത്തോളം പോഷൻ ഞങ്ങൾ കഴിച്ചു. പിന്നെ മോന് മദ്രസയിൽ പോയിരിക്കുകയായിരുന്നു, അപ്പോൾ വന്നിട്ട് അവനും കൂടെ കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഇത് കൊടുത്തു. ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റാണ്. ഇപ്പോൾ 2 കുഞ്ഞു പൂച്ചയുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് ഇട്ട് കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ട്. മധുരമൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. വലിയ പൂച്ച കഴിക്കുന്നില്ല കേട്ടോ, അവർ അങ്ങനത്തെ ഇതൊന്നും കഴിക്കില്ല. ഫിഷേ കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ ചിക്കൻ അങ്ങനെ എന്തെങ്കിലും. ഇതിപ്പോൾ കുഞ്ഞിപ്പൂച്ച കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ വേറൊരു പൂച്ചയുണ്ട്, അതിന് പായസം അങ്ങനത്തെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും കഴിക്കും കേട്ടോ, അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒന്നിക്കെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൽ ഡയറക്റ്റ് ഒഴിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്